ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള അതായത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഇവർക്ക് അപ്ലൈ ചെയ്യാൻ നല്ലൊരു അവസരമാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI ഡിപ്ലോമ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രാജുവേഷനൊക്കെ ഉള്ളവർക്ക്, അതുപോലെ ബിരുദമുള്ളവർക്ക്, അതായത് BE or BTech ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികൾ ഇതിലുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം GOC ലെജുലാൻഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്താലും മതി, നിങ്ങൾക്ക് കാണാം. ഇവിടെ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓർഡറായിട്ട് നമ്മൾ ഓരോ ദിവസം ഇടുന്ന നിങ്ങൾക്ക് ഓരോ ഡേയിൽ ഇടുന്നതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഓർഡർ പ്രകാരം കാണാൻ പറ്റും. അപ്പോൾ വിവിധ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ISROയുടെ, റെയിൽവേയുടെ, ഓക്കെ, അങ്ങനെ പറയാം, NPCLൻ്റെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി നോട്ടിഫിക്കേഷൻ നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. ഗോവ ഷിപ്പ്യാർഡ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്, എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് വരുന്നവർക്ക് ആദ്യം എന്നുള്ള ലെവലിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്കൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അല്ല, ഈ പേര് തന്നെയാണ് വരുന്നത്, നമ്മളെ ഇൻസ്റ്റ ID വരുന്നത് GOC ലെജുലാൻഡ് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് പോസ്റ്റ്, നിലവിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ നോക്കാം. ആദ്യം അതിൻ്റെ പ്ലേസ് ഓഫ് വർക്കും അതുപോലെ തന്നെ ഓരോരോ ഇതിൻ്റെ വിവിധ ഓഫീസിലേക്കും യൂണിറ്റിലേക്കും ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പേര് കൂടെ കൊടുക്കുന്നത് ഏതാണ് യൂണിറ്റ് എന്നുള്ളത് ഹൈദരാബാദ് BDL കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൊജക്ട് എഞ്ചിനീയർ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടൽ 5 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൈദരാബാദിലേക്ക് വിളിച്ചിരിക്കുന്നതിൽ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ, എൻവയോൺമെൻറ്റ്, ഹ്യൂമൻ HR, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ദെൻ HR, ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ, അതായത് പ്രൊജക്ട് എഞ്ചിനീയറും പ്രൊജക്ട് ഓഫീസറും, അത് 2 കാറ്റഗറി ഉണ്ട്. ഇതിൽ വിളിച്ചിരിക്കുന്നത് ടോട്ടൽ 68 വേക്കൻസിയാണ്. അതിന് ബാംഗ്ലൂരിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊജക്ട് എഞ്ചിനീയർ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്, 4 വേക്കൻസിയാണ്. പിന്നെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ വിവിധ യൂണിറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ പ്രൊജക്ട് ഓഫീസറും വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. പ്രൊജക്ട് ഓഫീസർ ടൈപ്പാണ് പ്രൊജക്ട് എഞ്ചിനീയർ. അപ്പോൾ ഓരോന്നിനും ക്വാളിഫിക്കേഷനൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. മെറ്റലർജി, സിവിൽ, ഇതൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വേക്കൻസി കൂടെ കാണാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല വിവിധ ആന്ധ്രാപ്രദേശിലുള്ള വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാം. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഫൈനാൻസ് ആണ്. ഇതൊക്കെ പ്രൊജക്ട് എഞ്ചിനീയറും വിളിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രൊജക്ട് ഓഫീസറെയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 7, 136 ഗ്രാൻഡ് ടോട്ടൽ വരുന്നത്. പിന്നെ വരുന്നത് കോർപ്പറേറ്റ് ഓഫീസ് ഹൈദരാബാദിൽ തന്നെയാണ്. അതിൽ പ്രൊജക്ട് ഡിപ്ലോമ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടറാണ്. then അതോടൊപ്പം തന്നെ ഇനി ഇവിടെ നിൽക്കണം പ്രൊജക്ട് ഡിപ്ലോമ അസിസ്റ്റൻറ്റ്, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയട്ടോ. 76 വേക്കൻസി. പിന്നെ പ്രൊജക്ട് ഡിപ്ലോമ അസിസ്റ്റൻറ്റ് മറ്റൊരു യൂണിറ്റിലേക്ക്, ബാംഗ്ലൂരിലെ യൂണിറ്റിലേക്ക്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, 9 വേക്കൻസി. പിന്നെ ഈ പറയുന്ന പ്രൊജക്ട് ഡിപ്ലോമ അസിസ്റ്റൻ്റ് തന്നെ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ മറ്റൊരു യൂണിറ്റിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം, ബാനൂർ യൂണിറ്റാണ് വരുന്നത് കേട്ടോ. അതിലേക്ക് നിങ്ങൾക്ക് കാണാം ഇവിടെ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, സിവിൽ, ഓക്കെ. പിന്നെ അതിലൊരു പ്രൊജക്ട് അസിസ്റ്റൻറ്റും വിളിച്ചിട്ടുണ്ട്, HR, അങ്ങനെ 51 വേക്കൻസി. പിന്നെ വിശാഖപട്ടണം യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രൊജക്ട് ഡിപ്ലോമ അസിസ്റ്റൻറ്റും പ്രൊജക്ട് അസിസ്റ്റൻറ്റും വിളിച്ചിട്ടുണ്ട് കേട്ടോ. പ്രൊജക്ട് അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ആണ്, മറ്റേത് ഡിപ്ലോമ അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓക്കെ. അതിൽ 5 വേക്കൻസിയാണ് ടോട്ടൽ. പിന്നെ വരുന്നത് ഇതിൻ്റെ ഹൈദരാബാദിലേക്ക് തന്നെ പ്രൊജക്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട്, അതിലൊരു വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാം. അങ്ങനെ ഓരോന്നും ഓഫീസ് അസിസ്റ്റൻറ്റിൽ തന്നെ നമുക്ക് പ്രൊജക്ട് ട്രേഡ് അസിസ്റ്റൻറ്റ് വേറെ തന്നെ വിളിച്ചിട്ടുണ്ട് ഹൈദരാബാദ് യൂണിറ്റിലേക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫിറ്റർ, റേഡിയോ മെക്കാനിക്, ഫിറ്റർ, ഇലക്ട്രോണിക്സ്, 19 വേക്കൻസിയാണ്. ഇതിലൊക്കെ IT ആണ് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ദെൻ പ്രൊജക്ട് ട്രേഡ് അസിസ്റ്റൻറ്റ്, ഫിറ്റർ, ഇതിൻ്റെ ബാംഗ്ലൂർ യൂണിറ്റിൽ 2 വേക്കൻസി ഉണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശിലേക്ക് നമുക്ക് പ്രൊജക്ട് ട്രേഡ് അസിസ്റ്റൻറ്റിൽ ഫിറ്റർ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രീഷ്യന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് ബാനൂർ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രൊജക്ട് ട്രേഡ് അസിസ്റ്റൻറ്റ്, ഫിറ്റർ, ഇലക്ട്രോണിക്സ്, ടേണർ, മെഷീനിസ്റ്റ്, വെൽഡർ, ഇലക്ട്രോ പ്ലേറ്റിംഗ്, കമ്പ്യൂട്ടർ, ഇലക്ട്രീഷ്യൻ, മിൽറൈറ്റ്, ഡീസൽ മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, പ്ലംബർ, അങ്ങനെ ആകെ മൊത്തം നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസി 361 വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല, വാക്ക് ഇൻ സെലക്ഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കലും സ്ഥിര പോസ്റ്റല്ല, ഇത് നമുക്ക് 4 വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പെർഫോമൻസിനനുസരിച്ചൊക്കെ നമുക്ക് ഇതിൽ പിടിച്ച് നിൽക്കാവുന്നൊരു പോസ്റ്റുകളാണ്. പിന്നെ പ്രൊജക്റ്റിൻ്റെ റിക്വയർമെൻറ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് വീണ്ടും ആ പോസ്റ്റിനെ നിലനിർത്തി തരും. അത്യാവശ്യം നമുക്ക് മന്ത്ലി സാലറി ഒക്കെ ഉള്ളൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
ഈ പറയുന്ന ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, പ്രൊജക്ട് എഞ്ചിനീയർ ഈ പറയുന്ന ഏത് യൂണിറ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓരോ യൂണിറ്റിൻ്റെയും എന്താണ് വാക്ക് ഇൻ സെലക്ഷൻ്റെ ആ ഒരു ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഹൈദരാബാദിൻ്റെ തന്നെ എന്താണ് വിവിധ യൂണിറ്റ് നിങ്ങൾക്ക് അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലും അതുപോലെ തന്നെ എന്താണ് കഞ്ചൻബാഗ് യൂണിറ്റിലേക്കൊക്കെ ആണെങ്കിൽ അതിലേക്ക് നമുക്ക് 17 ഫെബ്രുവരി 17 ഈ പറയുന്ന ഹൈദരാബാദിൽ തന്നെ അതിൻ്റെ ഫുൾ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് നിയർ ടു മിതാനി ബസ് സ്റ്റോപ്പ് അതിൻ്റെ ലാൻഡ്മാർക്ക് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വാക്ക് ഇൻ സെലക്ഷന് പോകേണ്ടത്. അപ്പോൾ വെറുതെ പോയാൽ പോരാ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റും നിങ്ങൾക്കിവിടെ കാണാം. ഇതിൻ്റെ പ്രൊജക്ട് ഓഫീസ് ലൊക്കേറ്റഡ് ബാംഗ്ലൂരിലേക്കാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 17/2 ഇവിടെ പോകണം. ഓക്കെ, അപ്പോൾ ഏത് പോസ്റ്റിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ നേരെയുള്ള ആ ഡേറ്റിലാണ് നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. മീൻസ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, അതായത് വാക്ക് ഇൻ സെലക്ഷനാണ് ഉണ്ടായിരിക്കുക കേട്ടോ. അതിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പോകണം. ഇതിൻ്റെതാണെങ്കിൽ 25 ഈ ഒരു കോളത്തിലുള്ളതിൽ ഏതെങ്കിലും പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 25/2 നിങ്ങൾ പോകേണ്ടത്. ദെൻ ഈ ഒരു യൂണിറ്റിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 3 ഈ 3 യൂണിറ്റിലേക്കാണെങ്കിൽ 18/2 അതിൻ്റെ ആ ഒരു വാക്ക് ഇൻ സെലക്ഷൻ നടക്കുന്നത്. ഈ യൂണിറ്റിലേക്കാണെങ്കിൽ 22/2. ദെൻ ഈ ആന്ധ്രാപ്രദേശിലെ ഈ ഒരു പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 25/2. അങ്ങനെ ഓരോന്നും നിങ്ങൾ അതിനനുസരിച്ച് തന്നെ പോകണം. ഓക്കെ, 18/2 ഇതിൻ്റെ ബാംഗ്ലൂരാണെങ്കിലും 18/2 വരുന്നത്. പിന്നെ ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ 25. അപ്പോൾ ഓരോന്നിലും പ്രൊജക്റ്റ് ട്രേഡ് അസിസ്റ്റൻറ്റ് അതുപോലെ ഇതിൻ്റെ 22/2. ഓക്കെ, ദെൻ പ്രൊജക്റ്റ് ഡിപ്ലോമ അസിസ്റ്റൻറ്റ്, പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധ ക്വാളിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. വിവിധ എന്താണ് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾ ആ സമയത്ത് അവിടെ പോകാണ്ട് അതിൻ്റെ അഡ്രസ്സാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓരോന്നിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ പോകണം. ഇനി ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 14/2/2024 കണക്കാക്കി നിങ്ങൾക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇനി പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിൽ തന്നെ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ, കെമിക്കൽ, എൻവയോൺമെൻറ്റൽ മെറ്റലർജി ഇത്തരം ഡിസിപ്ലിനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 60% മാർക്കോടുകൂടി BE ഓർ BTech ഓർ BSc എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സിവിൽ, കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റലർജിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് മിനിമം 60% മാർക്കോടുകൂടി നിങ്ങൾക്ക് BE അപ്ലൈ ചെയ്യാം. ഇനി അതല്ല BTech ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. BSc 4 വർഷം ഡ്യൂറേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ പ്ലസ് PG നിങ്ങൾ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെ ME MTech പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പ്രൊജക്ട് ഓഫീസർ ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് 60% ഇൻ MBA ആണ് പറയുന്നത്. അത് MBA സ്പെഷ്യലൈസേഷൻ ഇവിടെ പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യലൈസേഷനോട് 60% മാർക്കോടുകൂടി നിങ്ങൾക്ക് MBA 2 ഇയർ ഡ്യൂറേഷനുള്ള MBA കഴിഞ്ഞെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്കറ്റിങ്ങിലോ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ള ആ ഒരു സ്പെഷ്യലൈസേഷനോടുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത പ്രൊജക്ട് ഓഫീസർ HR ആണ്. ഇതിൽ നിങ്ങൾക്ക് 60% മാർക്കോട് MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ PG ഡിപ്ലോമ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന HR അല്ലെങ്കിൽ PM ആൻഡ് IR പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മേഖലയിൽ സ്പെഷ്യലൈസേഷനോടുകൂടി നിങ്ങൾക്ക് MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ PG ഡിപ്ലോമ 2 വർഷം ഡ്യൂറേഷനുള്ള PG ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് 60% മാർക്കോട് കഴിഞ്ഞെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, then അടുത്ത പ്രൊജക്റ്റ് ഓഫീസർ. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ചില പോസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസിൽ ചില റിലാക്സേഷൻ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർ ഇത് കാണരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ എക്സ്പീരിയൻസ് ലാസ്റ്റാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഓരോരോ നമ്മൾ പേജ് ഓർഡറിലാണ് എല്ലാം പറയാറ്, അതുകൊണ്ടാണ്. അപ്പോൾ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് അതിലൊരു റിലാക്സേഷൻ ഉണ്ട്. എക്സ്പീരിയൻസിന് നമുക്ക് പകരം കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൊജക്ട് ഓഫീസർ നിങ്ങൾക്കിവിടെ കാണാം. CA ICWA നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് MBA ഫൈനാൻസിൽ MBA നിങ്ങൾക്ക് 60% മാർക്കോട് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഈ പറയുന്ന ഫൈനാൻസ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് PG ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിനടുത്ത പ്രൊജക്ട് ഡിപ്ലോമ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ, സിവിൽ, മെറ്റലർജി, കെമിക്കലിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പോളിടെക്നിക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കെമിക്കൽ, മെറ്റലർജി, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ, സിവിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ എന്താണ് 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ നമ്മൾ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രൊജക്ട് അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ആണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഗ്രി കോഴ്സാണ്, അതായത് കൊമേഴ്സിൽ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് സ്പെഷ്യലൈസേഷൻ ഫൈനാൻസ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. 6 മാസം ഒരു കമ്പ്യൂട്ടർ കോഴ്സ്, ഓഫീസ് ആപ്ലിക്കേഷനിലുള്ള ഒരു കമ്പ്യൂട്ടർ കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന
ഫൈനാൻസിലുള്ള സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ അല്ലെങ്കിൽ കൊമേഴ്സിലോ ഉള്ള ബിരുദവും അതോടൊപ്പം തന്നെ എന്താണ് ഒരു 6 മാസം ഡ്യൂറേഷനുള്ള ഓഫീസ് ആപ്ലിക്കേഷൻ്റെ ഒരു കോഴ്സും മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് CA ഇൻ്റർമീഡിയറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ICAA ഇൻ്റർ അല്ലെങ്കിൽ CS ഇൻ്റർ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും സയൻസ് വിഭാഗത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് BSc കഴിഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ എക്കണോമിക്സ് നിങ്ങൾക്ക് പഠിച്ച് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അതിന് കൂടെ നിങ്ങൾക്ക് ഒരു 1 ഇയർ ഡ്യൂറേഷൻ ഉള്ള ഒരു ഫൈനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡിപ്ലോമയും വേണം. വെറും സയൻസ് ബിരുദം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സയൻസ് ബിരുദമോ അല്ലെങ്കിൽ എക്കണോമിക്സിലോ ഉള്ള ബിരുദവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന 1 ഇയർ ഡ്യൂറേഷൻ ഉള്ള ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉള്ള ഒരു എന്താണ് ഡിപ്ലോമയും കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു 6 മന്ത് കമ്പ്യൂട്ടർ കോഴ്സ് ഇൻ ഓഫീസ് ആപ്ലിക്കേഷനുള്ള ഒരു 6 മന്ത് കമ്പ്യൂട്ടർ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിലേതെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ഉള്ളവർക്ക്. ഇതിനടുത്ത പ്രൊജക്ട് അസിസ്റ്റൻറ്റ് HR ആണ്. ഇതിൽ നിങ്ങൾക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വെൽഫെയർ, ഈ പറയുന്ന PM ആൻഡ് IR, പേഴ്സണൽ മാനേജ്മെൻറ്റ്, HR, സോഷ്യൽ സയൻസ്, ഈ പറഞ്ഞിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡിഗ്രി ഒരു ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ബിരുദം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു 6 മന്ത് കമ്പ്യൂട്ടർ കോഴ്സിന് ഓഫീസ് ആപ്ലിക്കേഷനിൽ ഒരു 6 മന്ത് ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് PM ആൻഡ് നിങ്ങൾക്ക് IR ആൻഡ് SW അതുപോലെ T&D, HR, ലേബർ ലോ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മേഖലയിലുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് ഒരു വർഷം കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും 1 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമയും പറഞ്ഞിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമയും കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് എന്തുവേണമെന്ന് വെച്ചാൽ ഓഫീസ് ആപ്ലിക്കേഷനിൽ ഒരു 6 മാസത്തെ കോഴ്സ് കമ്പ്യൂട്ടർ കോഴ്സ് അവർ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ. ഇതിനടുത്ത പ്രൊജക്ട് ട്രേഡ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇതിൽ ഒരുപാട് ട്രേഡ് ഇവിടെ പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ് നിങ്ങൾക്ക് ഫിറ്റർ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, മെഷീനിസ്റ്റ്, ടേണർ, വെൽഡർ, ഇലക്ട്രോ പ്ലേറ്റിംഗ്, കമ്പ്യൂട്ടേഴ്സ്, മിൽറൈറ്റ്, ഡീസൽ മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, പ്ലംബർ, റേഡിയോ മെക്കാനിക്, പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് ITI കഴിഞ്ഞവർക്കാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ITI പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യം പറയുന്നത് പറയാം. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ജസ്റ്റ് ITI മാത്രം കഴിഞ്ഞാൽ പോരാ, എന്തും കൂടെ വേണം, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും കൂടെ നമുക്ക് വേണം, അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്താണ് അപ്രന്റീസ്ഷിപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് വെറുതെ നിൽക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ അപ്രന്റീസ്ഷിപ്പ് ഉള്ളവർക്ക് എന്താണ് കുറച്ച് പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ വിവിധ റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ഒരു ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതത് ട്രേഡുകൾ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ്, അതായത് ITI പ്ലസ് അപ്രന്റീസ്ഷിപ്പാണ്. അപ്പോൾ ഈ പറയുന്ന പ്രൊജക്ട് ട്രേഡ് അസിസ്റ്റൻറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI പ്ലസ് എന്താണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത പ്രൊജക്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലുള്ള DCCPയിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ഇനി ഇതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളാണ് പറയുന്നത്. 1 വർഷത്തെ മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. ഈ ഡേറ്റിലേക്ക് 14/2/2024 1 വർഷം തികഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മിനിമം 1 വർഷമാണ്, അതിൽ കൂടിയാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾ പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് 1 ഇയർ കംപ്ലീറ്റഡ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് വിൽ ബി കൺസിഡർഡ് ആസ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഫ്രഷറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എൻട്രി ആണ്. മീൻസ് നമുക്കൊരു ട്രെയിനിങ് ലഭിക്കുകയാണ്. അത് മാത്രമല്ല അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ നമ്മൾ കൊടുക്കണം. കാരണം നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ അധികം എന്താണ് വെറുതെ വെയിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ഒക്കെ ചെയ്യുക, നിങ്ങൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ നോക്കണ്ടേ. കാരണം നമുക്ക് ഒരിക്കലും അതൊരു നഷ്ടമാവില്ല. നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുകയും അതോടൊപ്പം മാത്രമല്ല നമുക്ക് എല്ലാത്തിനെ കുറിച്ചൊരു ധാരണ ലഭിക്കും. ഇപ്പോൾ നമുക്ക് വലിയ വലിയ സെക്ടറിലൊക്കെ, അതായത് ഇപ്പോൾ റെയിൽവേ അല്ലെങ്കിൽ ഇത്തരം എന്താണ് ഡിഫൻസ് മേഖലയിലൊക്കെ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അല്ലാതെ നമുക്ക് അവിടേക്കുള്ള ഒരു എൻട്രി പോലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട, നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അപ്രന്റീസ്ഷിപ്പ് ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അത് എല്ലാ പോസ്റ്റിലേക്കും ഇവിടെ ബാധകമാണ് കേട്ടോ. ഈ 1 ഇയർ എക്സ്പീരിയൻസ്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണെങ്കിലും 1 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ പറയുന്ന കോഴ്സ് കഴിഞ്ഞ് 1 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കുന്ന എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നുള്ളത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനില്ല, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എംപ്ലോയ്മെൻറ്റ് കരാറ് കാര്യങ്ങൾ ഇനീഷ്യലി നമ്മൾ 1 വർഷത്തേക്കാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിലും മാക്സിമം നമ്മൾക്ക് 4 വർഷം വരെ അതിൽ തുടരാവുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ പെർഫോമൻസിനനുസരിച്ചും അതിൽ കമ്പനിയുടെ റിക്കമെൻഡ്സ് അനുസരിച്ചായിരിക്കും. പിന്നെ ഇതിൻ്റെ റെമ്യൂണറേഷൻ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 30,000 മുതൽ 25,000 ഇതിൻ്റെ ഇടയിലുള്ളൊരു സാലറി 39 കിട്ടുന്നുണ്ട് ചില പോസ്റ്റിന് കേട്ടോ. അത് മീൻസ് നമുക്ക് ഇയർ കൂടുമ്പോൾ. ഓക്കെ, അതായത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇപ്പം ഈ പറയുന്ന പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൊജക്ട് ഓഫീസറാണ് 30,000 കിട്ടുക. സെക്കൻഡ് ഇയറിലേക്ക് അത് 33 ആവും. പിന്നെ തേർഡ് ഇയറിൽ 36 ആവും. ദെൻ ഫോർത്തിൽ 39 വരെ നമുക്ക് കിട്ടും പെർ മന്ത്. പിന്നെ ഡിപ്ലോമ അസിസ്റ്റൻറ്റ് അതുപോലെ പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ 25, പിന്നെ 26, പിന്നെ 28, 29 അങ്ങനെ കിട്ടും. പിന്നെ ഈ പ്രൊജക്ട് ട്രേഡ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 23, പിന്നെ 24,500, 26, പിന്നെ 27,500 വരെ നമുക്ക് കിട്ടും. അത് കൂടാതെ മുകളിൽ പറഞ്ഞ കൺസോളിഡേറ്റഡ് പേയ്മെൻറ്റ് കൂടാതെ നമുക്ക് എന്താണ് 1 വർഷം
നമുക്ക് 10,000 രൂപ എക്സ്ട്രാ നമുക്ക് എന്താണ് ഈ പറയുന്ന എന്താണ് ഈ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അതിനൊക്കെയുള്ള ഓക്കെ സ്റ്റിച്ചിങ് ചാർജസ് ഫുഡ്വെയർ അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ആൻഡ് സെലക്ഷൻ പ്രോസസ്സാണ്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. 24/1/2024 മുതൽ നിങ്ങൾക്ക് 14/2 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫെബ്രുവരി 14 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ SC/ST അതുപോലെ PWD എക്സ് സർവീസ്മാൻ ഒന്നും യാതൊരു ഫീയും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ഫീ പ്രൊജക്ട് എഞ്ചിനീയർ പ്രൊജക്ട് ഓഫീസർ ആണെങ്കിൽ 300 രൂപയും അതുപോലെ പ്രൊജക്ട് ഡിപ്ലോമ അസിസ്റ്റൻറ്റ് പ്രൊജക്ട് ട്രേഡ് അസിസ്റ്റൻറ്റ് പ്രൊജക്ട് അസിസ്റ്റൻറ്റ് പ്രൊജക്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 200 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത് കേട്ടോ. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ഈ പറയുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതോടൊപ്പം അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ കോപ്പിയും കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം. അവരപ്പോൾ 2 കോപ്പി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ആവശ്യത്തിന് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫൊക്കെ നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഓൺലൈനായിട്ട് എന്താണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ സ്ലിപ്പാണ്. രണ്ടാമത്തെ എന്താണ് നമ്മൾ ഒരു ബയോഡാറ്റ ഉണ്ട്, അത് നമ്മൾ BDLൻ്റെ വെബ്സൈറ്റ് ഞാൻ കാണിക്കാം. അത് ഫില്ല് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ച് അത് നമ്മുടെ കയ്യിൽ വേണം. പിന്നെ ആധാറിൻ്റെ കോപ്പി നമുക്ക് വേണം, ആധാറിൻ്റെ ഒറിജിനലും വേണം. പിന്നെ SSLCൻ്റെ പിന്നെ അതുപോലെ നമ്മുടെ +2 ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ IT അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആ ഭാഗങ്ങൾ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ വെക്കുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെക്കുക. SC/ST OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരൊക്കെ നിശ്ചിത ഫോർമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെക്കണം, എന്നാലേ ആ റിലാക്സേഷൻ ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ പറയുന്ന നിശ്ചിത സമയം ഉണ്ടല്ലോ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, ഓരോ പോസ്റ്റിൻ്റെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യൂണിറ്റ് വൈസ് ആയിട്ടുള്ള അതിൻ്റെ സെലക്ഷൻ എവിടേക്കാണ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 8:30 മിനിമം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അവിടെ എത്തുക എന്നുള്ളതാണ്. 12:30 ടൈം കഴിഞ്ഞാൽ അത് ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻട്രി ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ IT ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിന് നിശ്ചിതമായുള്ളൊരു വെയിറ്റേജ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു നിശ്ചിതമായിട്ടുള്ള 60% മാർക്കിലുപരി നമുക്ക് എത്ര പെർസെൻറ്റേജ് കൂടുന്നോ അതിനനുസരിച്ച് ഒരു നിശ്ചിതമായിട്ടുള്ള മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കും. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുക. അപ്പോൾ 75 മാർക്കാണ് മാക്സിമം അതിന് വെയിറ്റേജ്. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ 60% മാർക്കാണ് ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് BE അല്ലെങ്കിൽ BTech ഒക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ അവർക്കൊരു 80% മാർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും, ഈ വെയിറ്റേജ് എക്സ്ട്രാ മാർക്ക് അവരിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെയാണ്, അതായത് നല്ല മാർക്കുള്ളവരെയാണ് അവർ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, വേറെ എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 1 വർഷമാണ് എക്സ്പീരിയൻസ് എങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് 6 മാർക്ക് കിട്ടും. 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് 10 മാർക്ക് കിട്ടും. അങ്ങനെയൊക്കെയാണ് വെയിറ്റേജ്. അങ്ങനെ മാക്സിമം 10 മാർക്കാണ് എന്ത് അതിൻ്റെ ആ ഒരു മാക്സിമം വെയിറ്റേജ് വരുന്നത്. പിന്നെ ഇൻ്റർവ്യൂവിന് ഒരു 15 മാർക്ക്, ആകെ മൊത്തം 100 മാർക്കാണ് അതിൻ്റെ മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് ജസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ഓക്കെ, അപ്ലൈ നൗ എന്ന് പറഞ്ഞ് ലിങ്ക് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കായിരിക്കും ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് കൂടെ കാണാം, BDL ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിന് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് OBCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റൊക്കെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് SC/ST ആണെങ്കിൽ ഇവിടെ ഉണ്ട് അതിൻ്റെയൊക്കെ സാമ്പിൾ. ഈ ഒരു സെയിം ഫോർമാറ്റിലാണ് നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡി ആക്കേണ്ടത്. അത് നിങ്ങൾ വാലിഡ് ആയിട്ട് നിങ്ങളുടെ കൈമേലുണ്ടെങ്കിൽ അത് വെച്ചത് EWSൻ്റെ ഒക്കെ ഇതിലുണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇവിടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഡേറ്റിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ആവും. ഓക്കെ, ആ നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ തരാം, അതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി അപ്ലൈ ഓൺലൈൻ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നെങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. പിന്നെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളാണ്, അതൊക്കെ ഒന്ന് വായിച്ച് നമ്മൾ അഗ്രി ചെയ്യുക. അത് വായിക്കണം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്ലിക്ക് ടു പ്രൊസീഡ് കൊടുക്കുക. ഇതിൽ നമ്മൾ ഏത് പോസ്റ്റിനാണ് ഏത് പ്ലേസിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ ബാംഗ്ലൂരാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സെലക്ട് ചെയ്യണേ. അതിലിപ്പോൾ ഞാൻ സെലക്ട് യുവർ പോസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൽ അവൈലബിൾ ആയുള്ള പോസ്റ്റ് കൂടെ കാണിക്കും. ഇതിലേക്ക് ഒന്നിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനിതിൽ ഈ പറയുന്ന പ്രൊജക്റ്റ് ട്രേഡ് അസിസ്റ്റൻറ്റ് ഫിറ്ററാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അതിന് നമ്മുടെ പേര് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലെ പോലെ അതേപോലെ നമ്മുടെ പേരോട് അടിച്ചു കൊടുക്കുക. ഫാദറിൻ്റെ പേരും മദറിൻ്റെ പേര്. ഓക്കെ, ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ ഓക്യുപ്പേഷൻ ജോലി എന്താണ്, ദെൻ മാരീഡ് ആണോ അൺമാരീഡ് ആണോ നമ്മൾ അത് കൊടുക്കാം. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. നിങ്ങൾ പ്ലേസ് ഓഫ് ബർത്ത് നിങ്ങൾ എവിടെ ജനിച്ചരിച്ചാൽ കൊടുക്കാം. ദെൻ പ്ലേസ് ഓഫ് സ്റ്റേറ്റ് നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് ജനിച്ചരിച്ചാൽ കൊടുക്കാം. ഓക്കെ, ദെൻ ജെൻഡർ ഏതാണ് മെയിൽ ഓർ ഫീമെയിൽ ഏതാഴ്ച നിങ്ങളത് കൊടുക്കാം. ഓക്കെ, ദെൻ നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് കൊടുക്കാം. റിലീജിയൻ ഏതാഴ്ച നിങ്ങളത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്ന് ഫില്ല് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വരും.
പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അതോടൊപ്പം തന്നെ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൽ താമസിക്കുന്ന ആളാണെങ്കിൽ യെസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോ കൊടുത്താൽ ഇതൊക്കെ. പിന്നെ നമ്മുടെ മാതൃഭാഷ, കേരളത്തിന് മാതൃഭാഷ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, മലയാളം കൊടുക്കുക, പിന്നെ ആധാർ നമ്പർ കൊടുക്കുക. പിന്നെ അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽ ആണ്. അതിൽ അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സാണ് ആദ്യം കൊടുക്കുക. പെർമനൻറ്റ് അഡ്രസ്സ് പറഞ്ഞാൽ നിങ്ങളുടെ രേഖയിലൊക്കെ ഉള്ള അഡ്രസ്സാണ് പെർമനൻറ്റ് അഡ്രസ്സ് വരിക. ഓക്കെ, നിങ്ങളുടെ SSLC ബുക്കിലുള്ള അഡ്രസ്സ് ആയിരിക്കും നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ആ അഡ്രസ്സ് തന്നെയാണ് നിലവിൽ താമസിക്കുന്നത് കൂടെ സെയിം ആസ് ഉള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ ഇവിടേക്ക് കോപ്പി ആയിക്കോളൂ കേട്ടോ. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക, കൺഫേം മൊബൈൽ നമ്പർ, വീണ്ടും മൊബൈൽ നമ്പർ അടിക്കുക, ഇമെയിൽ ഐ ഡി അടിക്കുക, വീണ്ടും ഇമെയിൽ ഐ ഡി അടിക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മുതലുള്ളതായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സും IT ആണ്. അപ്പോൾ എനിക്ക് 10ാം ക്ലാസ്സും IT മാത്രം ഫില്ല് ചെയ്താൽ മതി. +2 പഠിച്ചതിനെ +2 ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ ഫില്ല് ചെയ്ത്, നിർബന്ധമില്ല. അപ്പോൾ ഈ റെഡ് സ്റ്റാർ ഇട്ടാണ് നിർബന്ധമായിട്ട് ഞാൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചോദിക്കുന്നത് ഡിസേബിൾ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഈ പറയുന്ന NAC ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യെസ് കൊടുക്കുക. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോയാണ് യെസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പേജൊക്കെ ഒന്ന് ലോഡായി വരും കേട്ടോ. ഓരോന്നും കൊടുക്കുമ്പോൾ പിന്നെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓർഗനൈസേഷൻ ഒന്ന് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ NAC ആണെങ്കിൽ NACൻ്റെ കാര്യങ്ങൾ അങ്ങനെ കൊടുത്താൽ മതി, ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോം ഫില്ലിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പേര് കമൻറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതല്ല നിങ്ങൾ കുറച്ച് പേരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കും ഇത് ഫില്ല് ചെയ്ത് ഒക്കെ വരാൻ. ആധാർ കാർഡ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.